നേടിയെടുക്കുക. ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അച്ചീവ്മെന്റ് ആണ്. ചിന്തിക്കാൻ കഴിയാത്തതെന്ന് പറയുമ്പോൾ ഇന്നും ഇത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. ഇത് കഥയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ ഇറങ്ങിയിട്ടൊന്നുമില്ല, നിങ്ങൾ വെറുതെ പറയുന്നതാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു അവകാശവാദമാണ്. അത് റിച്ചാർഡ് നിക്സൺ, അമേരിക്കൻ പ്രസിഡന്റ്, പുള്ളി പ്ലാൻ ചെയ്തതാണ്. ചുമ്മാ പറയാണ്, നേടിയിട്ടില്ല, മനുഷ്യർക്കിൽ നേടില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ഗൂഢാലോചന സിദ്ധാന്തങ്ങളുണ്ട്. ഓഫ്കോഴ്സ് ഞാനിങ്ങനെ പറയുന്ന ആരെയും നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇയാൾ സംസാരിച്ചു, ഇയാൾ സമ്മതിക്കുന്നു. ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. 55 വർഷമായിട്ടുണ്ടാവും, 55-56 വർഷമായിട്ടുണ്ടാവും. നിങ്ങൾക്കിത് കുറെ കാര്യങ്ങൾ അറിയാമല്ലോ അല്ലേ? ആരാണ് ആദ്യം നല്ലത്. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ഈ മിഷന്റെ പേരെന്തായിരുന്നു? ഇന്ത്യക്കാരല്ല മിഷൻ നടത്തിയത്. അപ്പോ പേരെന്തായിരിക്കും? ഇന്ത്യയിലെ മലയാളത്തിലാണല്ലോ ചന്ദ്രൻ എന്ന് വിളിക്കുക. മിഷന്റെ പേര് അപ്പോളോ 11 എന്നായിരുന്നു. ആക്ച്വലി അപ്പോളോ ഒരു സീരീസ് ഓഫ് മിഷൻസ് ആണ്. 12 അങ്ങനെ നമ്പറുകൾ ഒരുപാടുണ്ട്. കൺട്രോൾ മൊഡ്യൂൾ, ഓക്സിജൻ ടാങ്കിന് ലീക്ക് വരുമോ, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ശരിക്കും അവരവിടെ ഇറങ്ങേണ്ടാന്ന് തീരുമാനിക്കും. ഈ ചന്ദ്രനിലേക്ക് പോയ 3 പേര് ലൂണാർ മൊഡ്യൂളിലേക്ക് മാറിയിട്ട് 3 മൊഡ്യൂളുകളാണ് ലൂണാർ മൊഡ്യൂൾ അവിടെ ഇറങ്ങുന്നത്. പിന്നെ ഒരു കൺട്രോൾ മൊഡ്യൂൾ ഉണ്ടാവും, പിന്നെ ഒരു സർവീസ് മൊഡ്യൂൾ ഉണ്ടാവും. ശരിക്കും സർവീസ് മൊഡ്യൂൾ തിരിച്ചു വരും പോലില്ല, അത് ഭൂമിയിലേക്ക് തന്നെ ഇഞ്ചക്ട് ചെയ്ത് കളയുന്നു. ഈ കൺട്രോൾ മൊഡ്യൂളിലുള്ള ഒരു പ്രശ്നം കാരണം 13 ഇറങ്ങിയില്ല, 14 ഇറങ്ങി. 13 പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ കൺട്രോൾ മൊഡ്യൂളിലാണ് ഇരിക്കേണ്ടത്. ലൂണാർ മൊഡ്യൂളിൽ അധികം ഓക്സിജൻ ഇല്ല. അത് രണ്ടു പേർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അതിൽ 3 പേര് 4 ദിവസം ഇരിക്കേണ്ടി വന്നു. അപ്പോ കുറെ അതിന്റെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ലൂണാർ മൊഡ്യൂളിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഓഫാക്കി. കാരണം കൂടുതൽ സമയം വേണം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അവരെ വിജയകരമായിട്ട് ജീവിതത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് വലിയ നേട്ടമാണ്. അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ഫെയിലിയർ എന്നാണ് 13 വിളിക്കാറ്. പിന്നെ ഇപ്പോ നടക്കുന്ന ഒരുപാട് മിഷൻസ് ഉണ്ട്. ആർട്ടിമിസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് മിഷൻസ് ഇപ്പൊ നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക, പിന്നെ ചൊവ്വയിൽ ഇറക്കുക, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ആർട്ടിമിസ് ഒരു സീരീസ് ഓഫ് മിഷൻസ് നിങ്ങൾ ന്യൂസുകളിൽ കാണുന്നുണ്ടോ? പിന്നെ ഇപ്പോ ശുഭാംശു ശുക്ല പോയി വന്നു ആക്സിയം 4 എന്നുള്ള മിഷനിൽ. നിങ്ങൾ ന്യൂസിൽ കണ്ടായിരിക്കും. അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഇന്ന് ഒരു മിഷൻ നിൽക്കുന്നുണ്ടല്ലോ, നിസാർ എന്ന് പറഞ്ഞ ഒരു മിഷൻ നിൽക്കുന്നത്. നാസയും ഇസ്രായേലും ഒരുമിച്ച് ചെയ്യുന്നു ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കൽ. ഡേറ്റ് നീറ്റ് 3 ജൂലൈ പോകുന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ സാധ്യമാക്കി മനുഷ്യനായിട്ട് ഒരുപാട് കാലം നമുക്കറിയാം. പക്ഷെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയാൻ അവരോട് ചോദിച്ച പല കാര്യങ്ങളാണ് പറയാം. പക്ഷെ ഇത് വൺ അച്ചീവ്മെന്റ്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ when we look into the past, we see a glowing spot. തിളക്കമുള്ള അധ്യായം, തിളക്കമുള്ള കണികായിരുന്നു പെട്ടെന്ന് തോന്നാവുന്നത് ഇതാണ്. ഇന്ന് ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ട്. സയൻസ് അതിന്റെ അച്ചീവ്മെന്റ്സ് എണ്ണി പറയാൻ പറ്റില്ല, അത്രയധികം അച്ചീവ്മെന്റ്സ് ഉണ്ട്. മനുഷ്യന്റെ ബ്രെയിനിന്റെ ഉള്ളിൽ ചിപ്പ് വരെ വെച്ചു മസ്കിന്റെ കമ്പനി. ശരി, ആദ്യം ബഹിരാകാശത്ത് മനുഷ്യനെ കൊണ്ടുപോകുന്നത് USSR ആണ്, സോവിയറ്റ് യൂണിയനാണ്.
യൂണികനാണ് പോകുന്നത്. ഇത് അന്ന് നിലനിന്നിരുന്ന ഒരു ഭാഗമായിരുന്നു. ആരാദ്യം സ്പേസിൽ പോകും, ആര് കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു, ആരാദ്യം ചോദ്യം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരുന്ന സമയമാണ്. അതൊരു മത്സരമാണ്, ബേസിക്കലി യുദ്ധം പോലെയാണ്. അവരൊന്നും ചെയ്തു, ഞങ്ങൾ അടുത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ നടക്കാതാണ്. അമേരിക്കയും USSR ശരിക്കും ഒരു പറയുകയാണെങ്കിൽ അവർ തമ്മിലുള്ള കോൾഡ് വാറിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി എന്നുള്ളതായിരുന്നു. ആദ്യം യൂറികക്കാരൻ പോയി, അതിനുശേഷമാണ് അമേരിക്ക പോകുന്നത്. എനിക്ക് തോന്നുന്നു അലൻ ഷെപ്പാർഡാണ്. അലൻ ഷെപ്പാർഡ് പിന്നീട് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 14 പുറത്തു പറയണം, അപ്പോൾ 14. പിന്നെ ആദ്യത്തെ സ്ത്രീ അതും അവർ കൊണ്ടുപോയി, വാലന്റീന തെരഷ്കോവ. ആദ്യം ബഹിരാകാശത്ത് പോകുന്ന സ്ത്രീ. അതായത് അമേരിക്കക്ക് സ്പേസ് എക്സ്പ്ലോറേഷനില് അവരുടെ ഹെജിമണി, നെടുനായകത്വം സ്ഥാപിക്കാൻ വലിയ എന്തെങ്കിലും അസാധ്യമായത് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവർക്ക് അവരുടെ ഹെജിമണി സ്ഥാപിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള മത്സരത്തിൽ ലോകത്തെ കൂട്ടിക്കൊടുക്കാൻ കഴിയുള്ളൂ. അമേരിക്ക ആരുടെ പിന്നിലല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡി 1961 പ്രസംഗിക്കുന്നത്. The nation should commit itself to achieving the goal before this decade is out of landing a man on the moon and returning him safely to the earth. നമ്മുടെ രാജ്യം ചന്ദ്രനിൽ ഒരാളെ ഇറക്കുകയും ജീവനോടെ യാതൊരു കുഴപ്പങ്ങളില്ലാതെ അയാളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം. അങ്ങനെ ഒരു മിഷൻ നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇങ്ങനെയാണ് മിഷൻ പ്രഖ്യാപിക്കുക. നമ്മള് ഒരുപാട് അതിനുശേഷമുള്ള ഒരുപാട് അമേരിക്കൻ പ്രസിഡന്റുമാരെ ഇത് പ്രഖ്യാപിക്കുന്നുണ്ടാവും. മനുഷ്യനെ ചൊവ്വയിലാക്കാം, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ പ്രഖ്യാപനങ്ങളാണ്. പക്ഷെ ഈ പ്രഖ്യാപനത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോ ഇറക്കുമെന്ന് പറയും. ഈ ദശകം കടന്നു പോകുന്നതിന് മുമ്പ്, 60-കൾ കടന്നു പോകുന്നതിന് മുമ്പ് നമ്മളത് ചെയ്യും. ആക്ച്വലി ഹി വാസ് സെറ്റിംഗ് ഇറ്റ് അണ്ടർ ഹിസ് വാച്ച്. പുള്ളിയുടെ വാച്ചിന്റെ താഴെ പുള്ളിയത് ആ സമയം സെറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് മിഷൻ തീരുമാനിക്കുക. ശരിക്കും തീരുമാനിക്കുമ്പോൾ പോലും ഈ ടാസ്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. നമ്മള് നിങ്ങൾക്ക് വായിച്ചോളാം. We propose to develop alternate liquid and solid fuel boosters. ഫ്യൂവൽ ബൂസ്റ്ററുകൾ ഉണ്ടാക്കണം. എല്ലാം ഒരുപാട് ടാസ്കുകൾ മുന്നിലുണ്ട്. പോയാൽ തിരിച്ചു വരണം. ഓക്സിജൻ അവിടെ ശ്വസിക്കുന്നു. മനുഷ്യന്റെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ മിഷൻ. ഹ്യൂമൻ ഇൻജീനിയറിറ്റി, അതിന്റെ സാധ്യത അപാരമാണ്. ഞാൻ ചെറിയ കുട്ടിയായിക്കൊണ്ട് ഞാൻ എപ്പോഴും സംസാരിച്ചാൽ ഞാൻ ഓവർവെൽഡ് ആയി പോയി. അതിൽ പ്രത്യേകം പറയുന്നത് ഈ മിഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ആദ്യാന്തം, എല്ലാവരുടെയും ഒറ്റ കൺസേൺ എന്തായിരിക്കും? സർവൈവൽ ഓഫ് ദ മാൻ ഹു ഫസ്റ്റ് മേക്സ് ദിസ് ഡൈനിങ് ഫൈറ്റ്. ഇത് ഏറ്റെടുക്കുന്ന, യുദ്ധം നയിക്കാൻ പോകുന്ന, അവിടെ ഇറങ്ങാൻ പോകുന്ന മനുഷ്യനില്ലേ, അവരുടെ സുരക്ഷിതത്വം, അവരുടെ അതിജീവനം, അത് മാത്രമാണ് ഇത് പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. ശരി, ഇവർ പോകുമ്പോ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും രണ്ടുപേരാണ് മുന്നിലിറങ്ങിയത്. ഒരാള് ഇവരുടെയൊപ്പം മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യായിരുന്നു? അവിടെ വെഹിക്കിളിൽ
മൈക്കൽ റോഡിൻസ്. ഇവർ മുന്നിലേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് ഇൻഷൂർ ചെയ്യാൻ അന്ന് എങ്ങനെ ഇൻഷൂർ ചെയ്യുന്ന കമ്പനികളുണ്ട്, അവർ പോലും ഇവരെ ഇൻഷൂർ ചെയ്യാൻ മടിക്കുകയായിരുന്നു. ഇവർ സത്യത്തില് ഒരുപാട് ഒപ്പ് സ്വന്തം പേര് ഒപ്പിട്ട് വയ്ക്കുകയാണ്. എന്താ, ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു ലൈഫ് ഇൻഷുറൻസ് പോലെ എങ്ങാനും ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് ചരിത്രമാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒപ്പുകൾ വിറ്റുകൊണ്ട് തങ്ങളുടെ ഫാമിലിക്ക് പണം സമ്പാദിക്കാൻ കഴിയും. സ്വന്തം ഫാമിലിക്ക് ലൈഫ് ഇൻഷുറൻസ് പോലെ കുറെ ഒപ്പുകൾ ഇട്ട് വെച്ചിട്ടാണ് ഇവർ പോയത്. അന്ന് നാസ ശരി ആസ്ട്രോണോട്സിന് ലൈഫ് ഇൻഷുറൻസ് കൊടുക്കുന്നില്ല. ഇന്നല്ലാണ്ട് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇനി കെന്നഡി 62 മറ്റൊരു സിറ്റുവേഷനിൽ ഇത് ആവർത്തിക്കുകയും ചെയ്തു. ഈ വാഗ്ദാനം തന്റെ ജനങ്ങളോട് ആവർത്തിക്കുകയും ചെയ്തു. Its conquest deserves the best of all mankind. ഇത് വിജയിക്കണമെങ്കിൽ, ഈ യുദ്ധം വിജയിക്കണമെങ്കിൽ, ഇതൊരു യുദ്ധം പോലെയാണ്, ഇത് വിജയിക്കണമെങ്കിൽ മനുഷ്യരാശിയുടെ ഏറ്റവും മികച്ചതെല്ലാം വരണം എന്നാണ് പറയുന്നത്. നമ്മൾ മിഷൻ ഏറ്റെടുക്കുന്നു not because they are easy, അത് എളുപ്പമായതുകൊണ്ടല്ല, but because they are hard, because that God will serve, organize and measure the best of our energies and skills. അത് നമുക്ക് ടെസ്റ്റിംഗ് ചെയ്യും. നമുക്ക് എത്രത്തോളം നമ്മുടെ എനർജി, നമ്മുടെ കഴിവിന്റെ അതിനെ പരീക്ഷിക്കുന്നു ചെയ്യും. പക്ഷെ നമ്മളത് ചെയ്യും എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ അത് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മനുഷ്യന്റെ നല്ല രീതിയിൽ എന്താണെന്ന് ചെയ്യും. പക്ഷെ നമ്മൾ ഒരുപാട് എക്യുപ്മെന്റ്സ് വളരെ മിനിയേച്ചർ സൈസിലായി വേണ്ടി ഉണ്ടാക്കേണ്ടി വന്നു. ശരി, ഒരു വൺ ടാസ്ക് ആണ്. ഈ പ്രസംഗം നടത്തുമ്പോൾ പോലും അമേരിക്ക ഉറപ്പില്ല, അമേരിക്ക ഒട്ടിക്കാൻ സാധിക്കുള്ളൂ. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് അന്നത്തെ USSRന്റെ പ്രസിഡന്റ് കാണുമ്പോ എനിക്ക് തോന്നുന്നു നികിത ക്രൂഷേവാണ്. കെന്നഡി ചോദിക്കുന്നുണ്ട്, നമുക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് കൊള്ളാബറേറ്റ് ശരിക്കും നമുക്കറിയില്ല, നമുക്ക് പറ്റുള്ളൂ. അമേരിക്കയുടെ ബേസിക് അവരവകാശപ്പെടുന്നത് അമേരിക്കൻസ് വളരെ അഡ്വഞ്ചറസ് ആണെന്നാണ്. മീൻസ് അവരുടെ ജീവികൾ അവിടെ കുടിയേറി പാർക്കുകയും അവിടെ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് കുറെ കൗബോയ്സ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? വളരെ സാഹസികരാണെന്ന് അവർ അവകാശപ്പെടുന്നത്. ഒരു കപ്പലില് എത്തുമല്ലോ എന്ന് ഉറപ്പില്ലാത്ത സിറ്റുവേഷനില് കപ്പലിൽ യാതൊരു അമേരിക്കയിലും കുടിയേറിയവരാണ്. ഒരു സാഹസികരാണെന്ന് അവകാശപ്പെടുന്നത് നമുക്ക് ശരിപ്പെടുകയാണ്. ഒരൊറപ്പില്ല, പക്ഷെ ഈ പ്രശ്നം എടുക്കുകയാണ്. നിഗമനോ പറയണം വേണ്ട, ഞങ്ങളില്ല. USSR പറയാണ് ഉള്ളിന്റെയും മറ്റു പല രാജ്യങ്ങളും ചിന്തിക്കുന്നത്. പക്ഷെ പിന്നൊന്നും നടന്നില്ല. അമേരിക്ക ചെയ്യാനുണ്ടായി. The very unfortunate thing was this man died before we achieved this. ഈ മനുഷ്യൻ ലക്ഷ്യമെന്ന് കാണാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ മനുഷ്യൻ മരിച്ചുപോയി. പക്ഷേ കെന്നഡി മരിച്ചുപോയി. അത് കെന്നഡിക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. ഇത് നിർഭാഗ്യരാണെന്ന് തോന്നുന്നു. ഒരു മിഷൻ അതിനുള്ള ഫണ്ടിങ് അത് ഏറ്റെടുക്കുന്നു, ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അത് ചെയ്യുന്ന അതിന് വളരെയധികം സ്കിൽ എടുത്ത ഒരു മനുഷ്യൻ അത് കാണാൻ സാധിക്കാതെ മരിച്ചു എന്നുള്ളത്. നിക്സന്റെ കാലഘട്ടത്തിലാണ്, കെന്നഡി കഴിഞ്ഞിട്ട് നിക്സന്റെ കാലഘട്ടത്തിലാണ് ആക്ച്വലി ഇത് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അച്ചീവ് ചെയ്യുന്നത്. ഇനി അപ്പോൾ ഇവിടെ നിന്ന് റോക്കറ്റ് വിക്ഷേപിക്കുന്നത് ഏതാണ്ട് 33 രാജ്യങ്ങളിൽ അന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ലൈവായിട്ട്. അത്രയും മനുഷ്യന്റെ നേടിയ ഏറ്റവും വലിയ നേട്ടം എന്നാണ് ഞാൻ വിളിക്കാം. ഇതിനുശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഇത് വൺ അച്ചീവ്മെന്റ് ആണ്. അന്ന് 33 രാജ്യങ്ങളിൽ 25
മില്യൺ ആളുകൾ അന്ന് ലൈവായിട്ട് കണ്ടു തോന്നുന്നു. മനുഷ്യൻ ചന്ദ്രനിലാണ് നടക്കുന്നത്. അവിടെ വിഷ്വലൈസ് ഇവിടെ വന്നത് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. അത് 600 മില്യൺ ആൾക്കാർ കണ്ടെന്നാണ്. മറ്റേത് 600 മില്യൺ ആൾക്കാർ കണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ മുൻകാരികൾ മറ്റൊരു വീഡിയോ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നെറ്റിൽ കാണാം. അവരവിടെ സംസാരിക്കുന്നത് കേൾക്കാം. അവരുടെ ഓഡിയോ അവൈലബിൾ ആണ്. ഇത് അവിടെ ഇറങ്ങിയ സമയത്ത് നീൽ ആംസ്ട്രോങ് പറഞ്ഞതാണ്, that's one small step for a man, one giant leap for mankind. ഒരു മനുഷ്യനെ അതൊരു പക്ഷേ വളരെ ചെറിയൊരു കാലടിയായിരിക്കും. കാലെടുത്ത് കൊടുക്കാൻ കൊണ്ടുവച്ചതാണ് ഇത്രേ ഉള്ളൂ. പക്ഷേ മനുഷ്യരാശിക്ക് അത് കുതിച്ചു ചാട്ടാണ്. ഇനി നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇത് ആക്ച്വലി നീൽ ആംസ്ട്രോങ്ങിന്റെ പിക്ചർ അല്ല, ഇത് ബസ് ആൾഡറിന്റെ പിക്ചറാണ്. നീൽ ആംസ്ട്രോങ്ങിന് ഒരു ബ്യൂട്ടി ഉണ്ട്. നിങ്ങൾക്ക് നീൽ ആംസ്ട്രോങ്ങിനെ കാണാം. ആ വൈസറില് പുള്ളി, ആ ഹെൽമെറ്റിന്റെ വൈസറില്ലേ അതിൽ പുള്ളി, അതിലവരുടെ മുടി കൊണ്ട് കാണും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവര് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു ഉറപ്പില്ല. 50-50 ചാൻസ് ആണ്. നീൽ ആംസ്ട്രോങ്ങിനെ കണ്ട് 90% ഉറപ്പായിരുന്നു തിരിച്ചു വരുന്നു പറയുന്നു. പക്ഷെ ആർക്കൊരു ഷൂരിറ്റി ഇല്ല തിരിച്ചു വരുന്നത്. ഇവര് ഒപ്പിട്ട് വെച്ചിട്ടാണ് പോയത്. സ്വന്തം മരിച്ചു പോകണമെങ്കിൽ വേണ്ടി ഒരു ലൈഫ് ഇൻഷുറൻസ് പോലെ. ഇവരുടെ ഹാർട്ട് ഓരോ നിമിഷം ഇടിച്ചുകൊണ്ടിരുന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇടിച്ചത് ഇവര് ഈ ലൂണാർ മൊഡ്യൂളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തിരിച്ചു കയറുമ്പോഴാണെന്നാണ് പറയുന്നത്. ഇനി ഇവര് തിരിച്ചു വരുമ്പോ ആക്ച്വലി വൺ സെലിബ്രേഷൻ ആണ്. എന്താ പറയാ, അന്യഗ്രഹ ജീവികൾ വരുന്ന പോലെ, ചന്ദ്രനിൽ നിന്ന് വരുന്ന പോലെ ശരിക്കും അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ കാണാനും പുറത്തേക്ക് വിടുന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണ്, വൺ സെലിബ്രേഷൻ ആണ്. ഇതാണ് അന്ന് നിക്സൺ ശരിക്കും ഈ റോക്കറ്റ് പോകുമ്പോൾ നേരിട്ട് ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ നിക്സൺ ആണെന്ന് കണ്ടത് വൈറ്റ് ഹൗസിൽ ഇരുന്നിട്ടാണ്. നിക്സൺ ഒരാളെ ഫോൺ വിളിക്കുന്നതാണ്. ഹലോ നീൽ ആൻഡ്രൂസ്, നിക്സൺ പറയാണ്, I am talking to you by telephone from Oval Room. ഞാൻ വൈറ്റ് ഹൗസിലെ ഓവൽ റൂമിൽ നിന്ന് വിളിക്കുന്നത്. വൈറ്റ് ഹൗസിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ പങ്കാളിയായിരിക്കും. I just can't tell you how proud we all are of what you have done. നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് ഞങ്ങൾക്ക് തോന്നുന്ന അഭിമാനം അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ലോകം മുഴുവൻ മനുഷ്യന് സാധ്യമായത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അസാധ്യം എന്ന് പറയാൻ തോന്നിക്കുന്ന മനസ്സാണ് ആക്ച്വലി. ഇതിനുശേഷം ഒരുപാട് മിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയില്ല, ഞാൻ പറഞ്ഞു 40. പക്ഷെ അത് ചെയ്തിട്ട് വരികയാണ്. കഴിഞ്ഞ 50 വർഷമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ല. ഈ മൂന്നാമത്തെ 4ാമത്തെ മിഷൻസ് കഴിഞ്ഞിട്ട് ആൾക്കാർ പോയി തിരിച്ചു വരുമ്പോ അമേരിക്കയിലുള്ള ചാനലുകള് അത് പ്രക്ഷേപണം ചെയ്യാൻ ശ്രമിച്ചു. കാരണം പുതിയതായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല. ഒരിക്കൽ പോയിട്ട് കൊണ്ടുവന്ന മണ്ണും സാധനങ്ങളൊക്കെ തന്നെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ ആളുകൾ കണ്ടിട്ട് കൊടുത്തു ആളുകൾ ആദ്യത്തെ പ്രാവശ്യത്തിൽ അത്ഭുതം പോലെ പിന്നീട് ഭംഗി കുറഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ 50 വർഷമായിട്ട് ഇത് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ
ഇത് രണ്ടാമത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാസ ഉദ്ദേശിക്കുന്നത് നമ്മള് ഇന്ത്യ എന്ന് പറയുന്ന ബഹിരാകാശ മനുഷ്യനെ എത്തിക്കണം. നമ്മുടെ ഗഗൻയാൻ മിഷൻ നാസ ചന്ദ്രനിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ചൊവ്വയിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിയാണെങ്കിൽ പോയിട്ട് ഇന്നെന്തായാലും പോയിട്ട് പഴയ പോലെ ചന്ദ്രനെ കാണാം. ചന്ദ്രനെ ഇന്ന് പോയിട്ട് ചന്ദ്രനെ കണ്ടു. ഇന്ന് പോയിട്ട് ചന്ദ്രനെ കാണും. നമ്മളവിടെ പോയിട്ടുണ്ട്, ഒഴുകി പോയിട്ടുണ്ട്, നമ്മളവിടെ ഉണ്ടായിരുന്നു. ആൻഡ് we will be back. നമ്മള് ഇനിയും പോകും. ഇനി ഞാൻ പറഞ്ഞില്ലേ കെനഡി കാണാൻ പാടില്ലായിരുന്നു. കെനഡി മുന്നേ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഈ മിഷൻ നടക്കുമ്പോ കെനഡയുടെ സ്പീച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രോഡ്കാസ്റ്റ് ചെയ്തതിനു ശേഷം ടിവിയിൽ എഴുതി കാണിച്ചാണ് ടാസ്ക് അക്കംപ്ലിഷ്ഡ് ജൂലൈ 1969. ആ ദശകം കഴിഞ്ഞിട്ടില്ല, 60 കഴിഞ്ഞു പോയിട്ടില്ല. ടാസ്ക് അക്കംപ്ലിഷ്ഡ് എഴുതി കാണിച്ചാണ്. ഇത് ശരിക്കും ക്വാറന്റൈനിലിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ മൂന്ന് പോയിട്ട് തിരിച്ചു വന്നവരാണ്. ജീവികളുണ്ടായിരുന്നു, എന്തെങ്കിലും മൈക്രോബ്സ് ഒന്നും അറിയില്ല. അപ്പോ അവർ ക്വാറന്റൈനിലിരിക്കുകയാണ്. ഇനി ഇത് അമേരിക്കൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ബേസിക്കലി മനുഷ്യരെ കുറിച്ച് പറയാവുന്ന ഒരു സാധനമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ടാസ്ക് മുന്നിൽ വരുമ്പോൾ നമുക്ക് കഴിയില്ലാന്ന് തോന്നുകയാണെങ്കിൽ അമേരിക്കയെ കുറിച്ച് എപ്പോഴും പറയുന്നതാണ് അവർക്കൊരു മനുഷ്യനെ ചന്ദ്രനിൽ അയക്കാൻ വേണ്ടി, ചന്ദ്രനിൽ അയച്ച് ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വായിക്കാണ്ട് അവർക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കില്ല? അമേരിക്കയുടെ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്ത ഒരു മിഷൻ കൂടിയായിരുന്നു ഇത്. ബേസിക്കലി മനുഷ്യനെ കുറിച്ച് പറയാം, ഹ്യൂമൻ എഞ്ചിനീയറിംഗ്. നമ്മളൊക്കെ ഇവിടെ പോകും, പക്ഷെ അങ്ങനെയല്ല. നിങ്ങള് വലിയ സ്വപ്നങ്ങൾ കാണണം. നിങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള ഈ കഥയല്ല, യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ സ്വപ്നം കണ്ടതിനെയും അതിനുവേണ്ടി പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ അത് സാധിക്കുമെന്ന് തെളിയിച്ചൊരു സംഭവം കൂടിയാണ്. അസാധ്യമായ സ്വപ്നങ്ങൾ കാണും, സാധ്യമാക്കുക. മൊത്തം മാനവരാശിയെ കുറിച്ച് പറയാം. We can send the man to moon. Why can't we? എന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കുക. ഇനിയുള്ളത് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഈ പ്രതീക്ഷ വരും. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, നമ്മൾ ഒരുപാട് രോഗങ്ങള്, പുതിയ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഓർക്കുന്നതാണ് ഹെൽപ്പ് ഈസ് ഓൺ ദ വേ. ഹെൽപ്പ് വന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ കൂട്ടത്തിലാണ്. ഇറ്റ്സ് യുവർ ടേൺ, ഇറ്റ്സ് മൈ ടേൺ, ഇറ്റ്സ് അവർ ടേൺ. ഈ നമ്മളോട് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്. ഈ പ്രൈസ് വളരെ പോപ്പുലറായിട്ടാണ്, ഈ സംഭവത്തിന് ശേഷമാണ് പോപ്പുലറായിട്ട്. താങ്ക് യു. ബൈ.